ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഉപ്പുമാവാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായി ആവശ്യമായി ഒരു തക്കാളി, 2 പച്ചമുളക്, ഇച്ചിരി തേങ്ങ, ഒരു സവോള എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പുമാവിനാവശ്യമായ പുട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പുട്ട് നമ്മൾ ആവിയിൽ വേവിച്ചതിന് ശേഷം ആ പുട്ടിനെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കിതിലോട്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇതിന് ശേഷം നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ സവാള ഇട്ട് കൊടുത്തു. നമുക്കിതിനെ ഒന്ന് വഴട്ടിയെടുക്കാം. ഒരുപാടൊന്നും വഴളണ്ട, കുറച്ച് ഒന്ന് വഴട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പുട്ടിന് ഉപ്പിട്ട് കാണും, എന്നാലും കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ചെറുതായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരിക്കാം. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി ഇച്ചിരി തേങ്ങ വെച്ചിരിക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പുട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന പുട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഞാൻ ഇച്ചിരി നേരം അടച്ചു വെച്ചു. എന്നിട്ട് അത് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.